ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളെ മൂന്നാമത്തെ ദിവസമാണ്, ബാംഗ്ലൂർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വണ്ടി കാര്യങ്ങളൊക്കെ ഗായ്സ്. അപ്പോൾ അങ്ങനെ ഫുഡ് ടേക്കിൽ തുടങ്ങുകയാണ്. അങ്ങനെ ചവിടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് പോകും. അതിലെ കുറച്ച് കഴിഞ്ഞാൽ അതിൽ പോകും. കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾക്ക് ഇനി മൈസൂർക്ക് ഏകദേശം 100 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇതാണ് എക്സ്പ്രസ് ഹൈവേ. എക്സ്പ്രസ് ഹൈവേ അതിൽ നമ്മൾ ബൈക്ക്, ഓട്ടോറിക്ഷ, അതേപോലെ ഇങ്ങനത്തെ കാളവണ്ടികൾ അങ്ങനത്തെ ഒന്നും കയറാൻ പറ്റില്ല. ബൈക്ക് ഐസ് നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. എന്താ ബാംഗ്ലൂർ ടു മൈസൂർ അടിച്ച് പിന്നെ പോകുന്നതാണ് ഐസ്. നമ്മൾ പയനയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അത്യാവശ്യം വണ്ടികളുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് മൊത്തം വിൻറ്റേജ് ബൈക്സ് ആണ് ഉള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ക്ലൈമേറ്റൊക്കെ അതെ. ഇവിടെ അങ്ങോട്ടും ഒരുപാട് കാറിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് നമ്മൾ അംബാസിഡർ ഉണ്ടോ. ഐറ്റംസ് ഒന്നും റോഡിലേ കണ്ടിട്ടില്ല. അംബാസിഡർ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. സ്പേസും കാര്യങ്ങളൊക്കെ വണ്ടിയുണ്ടത്. പക്ഷെ എൻ്റെ ഇത് കറക്റ്റ് വരുന്ന ലൊക്കേഷൻ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂരിൽ നിന്ന് നമ്മളെ ബാംഗ്ലൂർ റോഡ് കയറിയിട്ട് അവിടുന്ന് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വഴിയാണെങ്കിൽ വലത്ത്, ബാംഗ്ലൂരിൽ നമ്മൾ മൈസൂർക്ക് വരികയാണെങ്കിൽ അടുത്ത്. പയാനാന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും, ഗൂഗിളിലുണ്ട്. മൈസൂർ വരുന്നവർ എന്തായാലും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണിത്. 800 OX ഒക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടാ ഒരു മൊത്തത്തിൽ ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ പാർട്സ് സെപ്പറേറ്റ് ആക്കിയിട്ട്. എന്താണ് അംബാസിഡർ എന്നുള്ളത് ഇവിടെ കൊച്ചനീഫന്റെ സിനിമയിലാണ്. ഒരു ഭാഗത്ത് സ്റ്റാറിങ്ങുള്ള ഒരു വലിയൊരു സാധനം. എൻ്റെ മോനെ ആർമി ട്രക്കാണോ ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ വലിയ 2-3 ഹൈറ്റുണ്ട്. ഇതിന് വീടിൻ്റെ ഹൈറ്റുള്ള വണ്ടി. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്ന പോലെ ഇല്ല കേട്ടോ, ജർമ്മൻ മേക്കാണ്. ഇതിനൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങിയിട്ടുള്ള ഇയറും അതേപോലെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഇവിടെ ഉണ്ട്. ഇതൊരു നമ്മൾ നേരത്തെ കണ്ട ടെമ്പോട്ടോ, അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അല്ലാതെ വേഗം 800 കയറി കേട്ടോ. അതിൽ സാധനം പിടിക്കും. സാധനം കാണിച്ചു തരാൻ മറന്നുപോയി. ഈ മേലുള്ള സാധനം ഇത് പണ്ടത്തെ സിനിമയിലൊക്കെ ഈ രാജാക്കന്മാരെ കൊണ്ടെടുക്കുന്ന സാധനമാണത്. മറ്റേ ബടന്മാർ ചോക്ലേറ്റ് വന്നാണ്. ഹലോ ഗായ്സ്, 6 കിലോമീറ്റർ കൂടിയാണ് ഉള്ളത്. അങ്ങനെ അതാ ചായ എടുക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. ഇന്നിപ്പോ ഇനി കാണാത്തായിട്ട് രതീഷും ചായ അടിപൊളിയല്ലേ. അപ്പൊ സെറ്റാണ് പറയാനുള്ളത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളെ മൂന്നാമത്തെ ദിവസമാണ്, ബാംഗ്ലൂർ തന്നെയാണ് ഉള്ളത്. അപ്പം ഇനി നേരെ ഇന്ന് നാട്ടിൽ പോകുന്ന പ്ലാനിലാണ്. അതിലൂടെ ഉണ്ട്, അസലുപടി ഉണ്ട്. സാധനമൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. അപ്പം ഇനി നേരെ നാട്ടിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. മൈസൂരിൽ നിന്ന് കയറാനുണ്ട്. നമ്മളെ ഇതിന് അസലുവിൻ്റെ പേര് വിൻറ്റേജിന്റെ ആ കാറിന്റെ കളക്ഷനിലോട്ട് ഒന്ന് കയറും വേണം. അതും കൂടി ഒന്ന് നോക്കാനുള്ളത്. ഇന്ത്യയിലെ നമ്പർ 1 കളക്ഷനാണ്. അപ്പൊ ഇനി അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നേരെ നാട്ടിലോട്ട് പോകേണ്ട പ്ലാനിങ്ങിലാണ്. ഇപ്പൊ ഇത് രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വണ്ടി കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാണ് ഗൈസ്. ഇതാണ് അതിൻ്റെ ആക്സസ്. ബാംഗ്ലൂർ ടൗണിൽ നിന്ന് പോന്നിട്ടുണ്ട്. ഇപ്പൊ ചാടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. വണ്ടി ഇവിടെ ഉണ്ട് ഗൈസ്. വണ്ടി ഇവിടെ നിന്നാണ് ചാടിക്കണത്. പൊറോട്ടയും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ടുള്ളത്. സാധനം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പം നോക്കി കണ്ടൊക്കെ കഴിക്കാം കഴിയും. അപ്പം എന്താണ് പറയാനുള്ളത്? ബാംഗ്ലൂരിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാപ്പൊക്കെ ഇട്ട് പോകും. പക്ഷെ മാപ്പ് ഇടുമ്പോൾ റോഡ് ഇങ്ങനെ പോണ റോഡുണ്ടാവും. കയറി കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അതിലെ എനിക്കെന്താ പറയല്ലേ, വൈ വേച്ച് പോടാ. ഇല്ലാത്ത റോഡാണ് കേട്ടോ. മേപ്പിട്ട് വലിയ കാര്യമൊന്നുമില്ല. രാത്രി അസിൽ വേറെ വൈക്കും, ഞാൻ വേറെ വൈക്കും പോയി. ലാസ്റ്റ് പിന്നെ മേപ്പൊക്കെ ഇട്ട് യൂട്ട് എവിടെയാണെങ്കിൽ കൂടുതലും 1 വേ ആണ്. അത് പിന്നെ യൂട്ടേണൊക്കെ എടുത്ത് കറങ്ങി തിരിച്ചിങ്ങനെ വരും. അങ്ങനൊരു സീൻ ഗൈസ്. അപ്പം അങ്ങനെ ഫുഡ് ടേക്കിൽ തുടങ്ങുകയാണ്. അസലു അങ്ങനെ ഉണ്ടോ? വേണ്ട അടിക്കണ്ട. അങ്ങനെ ചവിടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് പോകും. അതിലെ കുറച്ച് കഴിഞ്ഞാൽ അതിൽ പോകും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബാംഗ്ലൂർ കഴിഞ്ഞുകൊണ്ടിരിക്കണം ഏകദേശം. അതാണ് ഇനി നേരെ നമുക്ക് മൈസൂർ പോകാനുള്ള വഴി. അപ്പോൾ ഇനി നേരെ നമ്മൾ പോകും. എവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്തുമ്പോഴേ വീഡിയോ എടുക്കുള്ളൂ. വണ്ടിമല കൊണ്ട് തന്നെ പോകുന്ന സ്റ്റോറേജ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പോലീസിലോ
അങ്ങനെ നമ്മൾക്ക് ഇനി മൈസൂർക്ക് ഏകദേശം 100 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇതാണ് എക്സ്പ്രസ് ഹൈവേ. ഇതാണ് എക്സ്പ്രസ് ഹൈവേ. അതിൽ നമ്മൾ ബൈക്ക്, ഓട്ടോറിക്ഷ, അതേപോലെ ഇങ്ങനത്തെ കാളവണ്ടികൾ അങ്ങനത്തെ ഒന്നും കയറാൻ പറ്റില്ല. ബൈക്കിനും ഓട്ടോറിക്ഷയ്ക്കുള്ള റോഡാണിത്. അത് എക്സ്പ്രസ് ഹൈവേ. എൻ്റെ നേരെ അപ്പുറത്തും റോഡുണ്ട്. അപ്പം ഇനി നേരെ പോവാണ് ഗൈസ്. അങ്ങനെ വണ്ടി ഒരു പമ്പിൽ കയറിയിട്ടുണ്ട്, കുറച്ച് റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനൊക്കെ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു ഷോട്ട് എടുക്കായിരുന്നു ഇൻസ്റ്റയിലിടാൻ വേണ്ടിയിട്ട്. ഗ്രൗണ്ടിൽ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ വയ്യ വരുന്നതാണ്. ഈ പ്രോഡിസ്ക്കും അതേപോലെ തന്നെ RP മീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ തന്നെ വരും. എല്ലാവരും വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. എന്താ ബാംഗ്ലൂർ ടു മൈസൂർ അടിച്ച് പിന്നെ പോകുന്നതാണ്. അസലു ബാംഗ്ലൂർ ടു മൈസൂർ നോൺ സ്റ്റോപ്പ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് പോകാൻ വേണ്ടി ഒന്ന് നിർത്തിയത്. പിന്നെ അവിടെ ഇങ്ങോട്ട് ഒന്നും നോക്കിയില്ല. അതുകൊണ്ട് ഇങ്ങനെ പറന്ന് പോന്നു. സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന മുതലാണ്. പയാനയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വിൻറ്റേജ് കാറിൻ്റെ കളക്ഷനുള്ളൊരു സ്ഥലമാണ് ഈ മൈസൂർ. അപ്പോൾ ഇതിനുള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം മച്ചന്മാരെ. നമ്മൾ പയാനയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള വ്യൂ കയറുന്ന കണ്ടിട്ടില്ല. നല്ല കിട്ടില്ല വണ്ടിൻ്റെ കൈസ്. ഇതൊക്കെയാണ് ഐറ്റംസ് കൈസ്. കാളവണ്ടിയൊക്കെയാണ് തോന്നുന്നത് കേട്ടാ. അത്യാവശ്യം വണ്ടികളുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ ഇതുവരെ കാണാത്ത കുറേ ഐറ്റംസാണ് അതൊക്കെ. അംബാസിഡറിൻ്റെ ഒക്കെ ഒരു ഷേപ്പുള്ള വണ്ടിയുടേത്. ഇതൊക്കെ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫുള്ളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. രാജാക്കന്മാർ ഓടിച്ചിരുന്ന വണ്ടിയാണ് സംശയമുണ്ട്. ബാക്കിലേത് രാജാവിൻ്റെ ഫോട്ടോ കണ്ട് കഴിച്ച്. ചേതക്ക്, പിന്നെ സ്കൂട്ടർ, അത്യാവശ്യം വണ്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ പഴയ മോഡല് ബുള്ളറ്റ് അത്യാവശ്യം ഉണ്ട് വണ്ടി ഇവിടെ. ബ്ലൂ കളറിലുള്ള ഐറ്റംസ് അത് RX ഇതാ കഴിച്ച് ഇവിടെ. അത്യാവശ്യം വണ്ടികളുണ്ട്. ഈ ഭാഗത്ത് മൊത്തം വിൻറ്റേജ് ബൈക്സ് ആണ് ഉള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ക്ലൈമറ്റ് ഒക്കെ അവിടെ ഈ മറ്റേ രാജാക്കന്മാരുടെ കാലത്തുള്ള വണ്ടികളാണ് സംശയമുണ്ട്. അത്യാവശ്യം രാജകീയമായിട്ട് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് വണ്ടി. അങ്ങോട്ടും ഒരുപാട് കാറിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് നമ്മൾ അംബാസിഡർ ഉണ്ടോ. ഈ ഐറ്റംസ് ഒന്നും റോഡിലേ കണ്ടിട്ടില്ല. അംബാസിഡർ ഇപ്പോഴും അവിടെയും ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. വെറൈറ്റി സാധനമായിട്ടോ. അതിൽ നോക്കിയാൽ ജെറ്റ് സാധനം, തള്ളിയ സീന് സാധനം, ഒരു രക്ഷയില്ലട്ടോ. ഇതെനിക്ക് ലൈക്കായി ഈ വണ്ടി. ഇവിടെ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന മോഡല് കാറിൻ്റെ അവിടെ ഒരു കോണ്ടസൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ട് ഗൈസ് വണ്ടി. സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയുണ്ടത്. പക്ഷെ എൻ്റെ മോനെ ഇന്നോവനെക്കാട്ടിൽ സൈസ് ഉണ്ട് ഈ വണ്ടികൾ. ഇവരെ എങ്ങനെ അത് ഒപ്പിച്ചത് എന്നുള്ളതൊരു ഐഡിയ ഇല്ല. സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആണെന്ന് അറിയില്ല. ചില വണ്ടികളൊക്കെ അടിയിൽ ട്രേ വെച്ചിട്ടുണ്ട്. ഓയിൽ ലീക്ക് ഉണ്ടാതിരിക്കാനോ സംശയമുണ്ടത് ഉണ്ടോ. അത്യാവശ്യം വണ്ടിയുടെ താഴത്തൊക്കെ ഒരു ട്രേ ഉണ്ട്. അത്യാവശ്യം കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ സാധനം ഉണ്ട് ഇവിടെ കേട്ടോ. വിൻറ്റേജ് ഐറ്റംസ്. ഇത് വേറൊരു ലോകമാണിത്. അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് അസലോ എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനില്ല. ഈ സ്ഥലം ഇവിടെ മൈസൂര് വരുന്നവരെ എന്തായാലും ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്, വൻ നഷ്ടമാണ്. വെറും 50 രൂപ ഒരു ചുരുക്കുണ്ടാവില്ല കേട്ടോ. അതിലുള്ള കാര്യം പറഞ്ഞു. ഇതിനോടൊരു ക്രേസിൽ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വണ്ടികൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇത് കറക്റ്റ് വരുന്ന ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂരിൽ നമ്മളെ ബാംഗ്ലൂർ റോഡ് കയറിയിട്ട് അവിടുന്ന് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വഴിയാണെങ്കിൽ വലത്ത്, ബാംഗ്ലൂരിൽ നമ്മൾ മൈസൂർക്ക് വരികയാണെങ്കിൽ അടുത്ത്. പയാനാന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും, ഗൂഗിളിലുണ്ട്. മൈസൂർ വരുന്നവർ എന്തായാലും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണിത്. ടെർബിൻ്റെ ഒരു ടൈപ്പുള്ള കാറാണ് കേട്ടത്. ഉണ്ടോ അങ്ങനെയുണ്ട് ഗൈസ്. സെറ്റല്ലേ, കിട്ടി ഗൈസ്. ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ വണ്ടി കിടന്ന് കറങ്ങുന്നുണ്ട്.
ഇതൊക്കെ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വണ്ടികളൊക്കെ കേട്ടോ. ഇതേപോലത്തെ നേരിട്ട് ഇതൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ് കണ്ടിട്ടോ. ഒന്ന് നല്ല ഡിസൈനൊക്കെ ചെയ്ത് സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ പഴയ 800 OX ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാ. പിന്നെ അവിടെ ഇതാ ബി എം അല്ല വേറെ ഏതോ ഒന്നാണ് കേട്ടോ കൈസ്, മാറിപ്പോയതാണ്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ പാർട്സ് സെപ്പറേറ്റ് ആക്കിയിട്ട്. എന്താണ് അംബാസിഡർ എന്നുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ടോട്ടലി പാർട്സാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു വണ്ടീൻ്റെ ഇവിടെ കേട്ടോ JCBൻ്റെ ഫസ്റ്റ് മോഡലാണ് തോന്നുന്നുണ്ടത് ഈ സാധനം. ഇവിടെ ഉണ്ട് വേറെ ചെറിയൊരു ട്രക്കിൻ്റെ ഷേപ്പുള്ള സാധനം ഉണ്ട് ഇവിടെ ആണോ. ചെറിയൊരു കുഞ്ഞൻ വണ്ടി, സംഭവം പണ്ടത്തെ രാജാവായിരിക്കും അത്. ഇവിടെ ഉണ്ട് 2-3 ചേതക്ക് താഴത്ത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഈ കാണുന്നത്. കൊച്ചനീഫന്റെ സിനിമയിലുള്ള ടാക്സി ആ വണ്ടി ഇട്ടത് ഗൈസ് കണ്ടെത്തി ഗൈസ്. അതേപോലെ പണ്ടത്തെ ലോറിയാണ് ഇത് കേട്ടോ. ലോറി കളക്ഷൻ ഉണ്ട്. ഭാഗത്ത് സ്റ്റാറിങ്ങുള്ള ഒരു വലിയൊരു സാധനം. എൻ്റെ മോനെ ആർമി ട്രക്കാണോ ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ വലിയ 2-3 ഹൈറ്റുണ്ട്. ഇതിന് വീടിൻ്റെ ഹൈറ്റുള്ള വണ്ടി. ഓ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് കൊള്ളായിട്ടേക്കാരം അതിന് കൊണ്ടുവരാൻ ഞാൻ. പക്ഷെ എൻ്റെ മോനെ യച്ചാതി സാധനം, വീട്ടിലെ സാധനം. വേറെ ഒന്ന് കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതൊരു മരത്തിൻ്റെ ഫ്രെയിമിൻ്റെ ഒക്കെ ഒരു മോഡലുണ്ട് കേട്ടോ. കാരണം കാണുന്ന മോഡലില്ല കേട്ടോ, ജർമ്മൻ മേക്കാണ്. ഇതിനൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങിയിട്ടുള്ള ഇയറും അതേപോലെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഇവിടെ ഉണ്ട്. ഇതൊരു വേറെ ലോകം തന്നെയാണ്. കുറച്ച് ടൈം എന്തായാലും ഇതിന് വേണം ഫുള്ള് കണ്ട് തീർക്കണമെങ്കിൽ. ജസ്റ്റ് ഒന്ന് കണ്ടു പോകാനാണ് പ്രശ്നമില്ല. ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കി തീരുമ്പോൾ ഇതിന് അത്യാവശ്യം ടൈമാവും. അതുപോലെ പണ്ടത്തെ ഒരു ലോറിൻ്റെ ചെറിയ മിനി ലോറി മാറിയുണ്ട് കേട്ടോ സംഭവം. അപ്പുറത്തൊരു വില്ലീസും ഉണ്ട്, ജീപ്പ്. അവിടെ ഒരു SD ഉണ്ട്. SD ടയറിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ സെയിം പ്രിൻ്റാണ് ടയറ്. അസിലോ എൻ്റെ പ്രിൻ്റ് അസിലോ ടയറിനല്ലേ. ആ അങ്ങോട്ടേക്ക് ടയർ നോക്കിയാ കണ്ടോ, സെയിം എൻ്റെ പ്രിൻ്റ്. ആരാടാ കോപ്പി ഇട്ടത്? ഡൽഹി വണ്ടി ഉണ്ട് കേട്ടോ അവിടെ ബാക്കിൽ. കർണാടക വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് നൈസല്ലേ. സൈഡ് ഗ്ലാസ്സൊക്കെ ഫ്രണ്ടിൽ വരുന്നത്. ഇതിൻ്റെ അതിൻ്റെ എടുത്ത് പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിയും അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഒരു വണ്ടി പോലും അങ്ങനെ പൊടിയോ ചളിയോ ഒന്നും കാണില്ല. അത്രക്കും പെർഫെക്ഷനിലാണ് ഓരോ വണ്ടി നിൽക്കുന്നത്. ഫുൾ ടൈം തോത്തലും തുടക്കലൊക്കെയാണ് ഇവിടെ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ടെമ്പോ കേട്ടോ, അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അധികമാണ് പാക്കില്ലാത്ത വണ്ടികളാട്ടോ. 1998, 25, 26 റേഞ്ചിലുള്ള വണ്ടികളാണ് ഇതൊക്കെ. ഇതൊക്കെ നിലവിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. അതിലുള്ള ഒട്ടുമിക്കാലും ഉള്ള വണ്ടികൾ കേട്ടോ. അങ്ങോട്ടാണ് വിൻറ്റേജ് കളക്ഷൻ കൂടുതലുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റത്തെ എക്സിറ്റ് കേട്ടോ. അപ്പോൾ എക്സിറ്റ് വരുന്നത് ഇവിടെ അങ്ങോട്ടൊക്കെ അത്യാവശ്യമുണ്ട്. ഇതിൻ്റെ അടിഭാഗമാണ്. റൂഫ് ടോപ്പ് വേറെ ഉണ്ട്. റൂഫ് ടോപ്പിലാണ് മെയിൻ കളക്ഷൻസ് ഉള്ളത്. ഇവിടെ ഉണ്ട് അത്യാവശ്യം കളക്ഷൻസ് കേട്ടോ. പിന്നെ വേറൊരു സെക്ഷനും കൂടി ഉണ്ട്. അങ്ങനെ കലാകായികമായിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മൂടി ഇങ്ങനെ ഭരണി തോന്നുന്നുണ്ട് കേട്ടോ. തൂക്കട്ടെ എന്താ വാളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. സ്വർണ്ണം തൂക്കുന്ന സാധനന്മാരുണ്ട് കേട്ടോ. സാധനം പ്രിൻ്റർ അങ്ങനെ ടൈപ്പ് ചെയ്താണ്ട്. ഇത് പ്രിൻ്ററാണ് അത് കോഡ് കേട്ടോ. അത് വേഗം അത് 800 കയറും കേട്ടോ. അതിൽ സാധനം പിടിക്കും അല്ലേ അസിലു? ആണോ ബാക്കിൽ ടോപ്പ് ബോക്സ് ഒക്കെ ഉണ്ട് ഇതിന്. ടോപ്പ് ബോക്സ് അല്ലേ?
ഭയങ്കര വിന്റേജ് ആവും ആടോ. CD100 എത്തി. ഞാൻ സിയില് ടി ആയ CD. ആ വല്ല ദൂരല്ല കഴിച്ചു. അപ്പൊ അതേപോലെ ഇതിന് സൈഡ് ലിസ്റ്റ് ഒക്കെ ഉണ്ട് കണ്ടോ. നോക്കിയാ കിടിലൻ സൈഡ് ലിസ്റ്റ്. ഇപ്പത്തെ ഹിമാലയന് വരുന്ന സാധനം ഇപ്പൊ അന്ത കാലത്ത് കണ്ടുപിടിച്ച് കണ്ടോ. 2 സ്ട്രോക്ക് അതും അലേവിയില്. പക്ഷെ എന്റെ മോനെ കിടില സാധനം കേട്ടോ. അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് അവിടെ, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും മൈസൂർ വരുന്ന പോലെ നിർബന്ധമായിട്ടും ഇങ്ങോട്ട് തരും. വണ്ടിപ്പിരാന്തിലെ ആൾക്കാർ മാത്രം, അല്ലാത്ത മതി യാതൊരു വിധ കാര്യമില്ല. വണ്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഒന്നുകൂടി കണ്ടുകൂടി. 1934 മോഡലാണ് കേട്ടോ. അത്യാവശ്യം പഴക്കമുള്ളൊരു സാധനമാണത്. അതേപോലെ കിക്കർ സ്റ്റാർട്ടിങ്ങാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിലുള്ളത് പിടിച്ച് തിരിച്ച് കറക്കി ഏറ്റവും വിടൽ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടോ. സാധനം കാണിച്ചു തരാൻ മറന്നുപോയി. ഈ മേലുള്ള സാധനം ഇത് പണ്ടത്തെ സിനിമയിലൊക്കെ ഈ രാജാക്കന്മാരെ കൊണ്ടെടുക്കുന്ന സാധനമാണത്. മറ്റേ ബടന്മാർ ഇങ്ങനെ മറ്റേ ഹൊയ്യ കൊണ്ടുവരുന്ന സാധനമാണ് അല്ലേ അസ്ലോ? ആ അതാണ്. അതിന് മാറ്റല്ലോ കേട്ടോ. ഫുള്ള് ചുറ്റും വണ്ടികൾ, നടുലുകൾ രണ്ടാൾ ഇഷ്ടം പോലെ ഉണ്ട്. മനുഷ്യന്മാരെ ഇഷ്ടം പോലെ, മറ്റേ പറഞ്ഞമാര് ഇഷ്ടം പോലെ ഉണ്ട്. ലസ്ലു ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇഷ്ടം പോലെ കോടികളുടെ മുതലുകളാണ് ഈ നിൽക്കണതൊക്കെ. അത് വെറും ടിക്കറ്റിന് വെറും 50 രൂപ പോലെ ഈടാക്കുന്നുള്ളൂ. അതാണ് ബംഗ്ലാവ് 40 റുപ്യ ആ കാടിന് പറഞ്ഞു തരൂ. ഇതൊരു രക്ഷയില്ലട്ടോ. 50 റുപ്യക്ക് വൻ മുതലാണ്. 50 അല്ലെങ്കിൽ 100 കൊടുത്താൽ ഇത് മുതലാണ് അല്ലേ? ഒരു രക്ഷയില്ല. ലൈക്കായൊരു വണ്ടി കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആ ചെറിയ കുഞ്ഞു കാറ് അല്ലേ? അതിൻ്റെ ഒക്കെ ഒരു അല്ലേ ഇത് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഹോട്ടലിലാണുള്ളത്. ഫുഡേക്ക് കൊണ്ടിട്ട് വന്നതാണ്. ഇപ്പം നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എടുക്കുന്നതിന് മുന്നേ നാട്ടിൽ പോകണം. മൈസൂരാണ്. പിന്നെ മൈസൂരിൽ ഉദ്ദേശിച്ചിട്ട് നേരെ ബന്ദിപ്പൂർ കിടക്കണം. അതാണ് അടുത്ത ടാസ്കുള്ളത്. 6 മണിക്ക് അടക്കും. സത്യം പറയാലോ, എനിക്ക് അങ്ങനെ വലിയ വിശപ്പുള്ള ആളല്ല. പക്ഷെ എന്താ അറിയില്ല, ഈ ട്രിപ്പ് ഇറങ്ങിയ ശേഷം പെരും എനിക്കാണെങ്കിൽ തീരെ വിശക്കുള്ള പൊറോട്ട രാവിലെ കഴിച്ച് 3 പൊറോട്ട. ഈ വെയിലൊക്കെ കൊള്ളണോണ്ടാണ്. അതാണ് കത്തിപ്പോയി. പൊറോട്ട ഒന്നും അങ്ങനെ കത്തണമില്ല. നല്ല കത്തലത്തിന് പൈസ നല്ല വെയിലാണ് മൈസൂർ. രക്ഷയില്ല. റേസിൽ 13:35 ആയിട്ടുണ്ട്. 3:35 അപ്പോൾ 6 മണിക്ക് ഫസ്റ്റ് അടുക്കും. വേഗം ഫുഡ് കഴിക്കുക. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കഴിച്ച് വീട്ടിൽ കുറച്ച് ചോക്ലേറ്റ് വാങ്ങണം, ഒരു ചാർജർ വേണം. ചാർജറിൻ്റെ കോപ്പി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നേരെ നാട്ടിലാണ് രണ്ടും വാങ്ങിയിട്ട് ഇപ്പോൾ 4 മണി ആവാൻ ഏകദേശം. ബന്ദിപ്പൂർ എടുക്കണതിന് മുന്നേ ഫോറസ്റ്റ് കിടക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇനി എടുക്കൽ കുറവായി. കാരണം ഷോട്ട് എടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ ആഡ് ചെയ്യേണ്ടത്. ചോക്ലേറ്റ് വാങ്ങുന്നതാണ്. നാടിൻ്റെ തെറ്റപ്പുണ്ട്. നമ്മുടെ മൈസൂരിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കൂടല്ലൂർ ഭാഗത്തേക്കുള്ള റോഡാണത്. നേരെ ബന്ദിപ്പൂർ ഇറക്കണം. അപ്പോൾ ടോപ്പ് ബോക്സിൻ്റെ ഷോപ്പിൻ്റെ ലോക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് കയറെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ ഇതാണ് ഹൈവേ. എന്താ പറയുക, വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ നിന്നൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ അതാണ് വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. ഹലോ ഗായ്സ്, 6 കിലോമീറ്റർ കൂടിയാണ് ഉള്ളത്. അങ്ങനെ അതാ ചായ എടുക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. ഇന്നിപ്പോൾ ഇനി കാണാത്തല്ലേ ബന്ദിപ്പൂര് വന്നതിന് മുതലായി. മാന്, മയില്, മറ്റേ ആന, കൊമ്പൻ, ഉള്ളിമാന്, എന്റെ മോനെ ഒന്നും പറയല്ല, കാട്ടുപോത്ത് എല്ലാം കണ്ട്. വണ്ടി ഇവിടെ തന്നെ വെച്ചത്. ഇതാണ് നമ്മളെ ഷോപ്പിടോ. ചാടിക്കാൻ വന്ന അസുലത്തെ രതീഷ് എടുക്കുന്നുണ്ട് ഗൈസ്. രതീഷും ചായ അടിപൊളിയല്ലേ? അപ്പൊ സെറ്റാണ് പറയാം. അങ്ങനെ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി വർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഊട്ടിൻ്റെയും ബാംഗ്ലൂർ എത്തി എല്ലാം അസില് വാങ്ങിയുണ്ടപ്പോൾ പിന്നെ ഞാനൊന്നര വാങ്ങി അല്ലേ? അതല്ല എൻ്റെ ഒരു ശരി. അതെ അതെ, നല്ല നാട്ടിലേക്ക് പോകണം അച്ഛന്മാർ. അതിൽ പോണ വീഡിയോസിന് ചാൻസ് ഇല്ല, മഴ പെയ്യുന്നുണ്ട്. അതിൽ നോക്കട്ടെ, ഷോട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കണം. ഗൈസ് നാട്ടിൽ പോകണേ. അസ്ലു സെറ്റല്ലേ? അപ്പോൾ
നമ്മുടെ ട്രിപ്പ് അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാണ്ട്? ഇനിയൊരു 70 കിലോമീറ്റർ, കാരണം 60 കിലോമീറ്റർ കൂടുതലൂര്. ഒരു 10-20 കിലോമീറ്ററിനുള്ളിൽ അത്രേ ഉള്ളൂ. ബാക്കി ഏകദേശം തെറ്റേക്കണം. അങ്ങനെ നമ്മൾ വൈക്കടവ് എത്തി. എന്താ കൂടുതലൊക്കെ കഴിഞ്ഞ് ചുരമൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വൈക്കടവുണ്ട്. പള്ളിക്കാരെ കൊണ്ട് ശരിയാക്കിയത് തന്നെ പെട്ടകാലമായി. ശേഷം മിന്നിച്ച് വന്നുകൊണ്ട് തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ. ഫൈനലി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. ഹോട്ടലിലാണ്. എൻ്റെ നാട്ടിൽ വന്നിട്ട് ആ നാട്ടിലത്തെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണല്ലേ. ബീഫ് ബിരിയാണിയാണ് ഗൈസ് കേൾക്കുന്നത്. പറഞ്ഞിട്ടില്ല അല്ലേ? കഴിച്ചിട്ടില്ല കുറേറ്റ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നാട്ടിലെത്തിയിട്ടുണ്ട്. അഫ്ലു ഇവിടുന്ന് തിരിഞ്ഞ് പോവാണ്. ഇനി ഞാൻ നേരെ നാട്ടിൽ പോവും. അഫ്ലു ഇവിടുന്ന് നേരെ വീട്ടിലും പോവും. അപ്പം എന്താ അഫ്ലു പറയല്ലേ, നമ്മൾ ട്രിപ്പിൻ്റെ എൻഡിങ് ആണ് ഇപ്പോൾ. ട്രിപ്പിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? വൻ പൊളി എന്ന് തന്നെ പറയാം. അതിൽ ബന്ദിപ്പൂര് ഒരു രക്ഷയില്ലേ? ബന്ദിപ്പൂര് എന്ന് പക്ഷെ അതാണെങ്കിൽ ഷോർട്ട് എടുക്കാൻ പറ്റിയതുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു കോട തുടക്കത്തിൽ കിട്ടിയ ആ കോട നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്താ, തുടക്കം ഒരു മാസമായിട്ട് തന്നെയാണ്. കാരണം കോട അടിപൊളിയായിട്ടാണ് തണുപ്പൊരു മഴയും എല്ലാം കൊണ്ട് അടിപൊളി. തുടക്കം പോലെ ഒടുക്കം വരെ അവസാനം വരെ പൊളി ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തരുന്നുള്ള വെച്ചാൽ ഓക്കെ ബൈ.